നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണം? നാട്ടുകാരെ ഞാൻ അധികം പുറത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ല. കുറെ ഏകദേശം പണി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ പുറത്തറിയാൻ തുടങ്ങിയത്. അപ്പൊ അവരൊക്കെ അത്ഭുതത്തോടു കൂടി എന്നെ കണ്ടിരുന്നത്. ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, രാത്രി ആകുമ്പോൾ ഇങ്ങനെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ എന്തെന്നുള്ള ഈ ചുറ്റുവട്ടത്തിന്റെ ഒരു അധികം അറിയാതെ. അത് നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്നാമത്തെ സംഭവമാണ് നമ്മളെ ഈ ചാനലിൽ 100ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കേട്ടോ. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിമനോഹരമായ സൂപ്പർ ഒരു കണ്ടന്റാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ കണ്ടന്റിന് വേണ്ടി നമ്മൾ പോകുന്നത് നിലമ്പൂർ കരുളായി എന്ന സ്ഥലത്തേക്ക് കേട്ടോ. അവിടെയുള്ള ഒരാൾ വ്യക്തിയുടെ 2.5 വർഷത്തെ അധ്വാനമാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകും. അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാം സംഭവം ചെയ്തിട്ട് നമ്മൾ നേരെ വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ തേക്കിൻ്റെ നാട്ടിലെ കൂട്ടുകാരൻ ഇതാണ്. പേര് ജിതിൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അത് 2 വർഷത്തെ ഹാർഡ് വർക്കാണെന്ന് നമ്മളെ കണ്ടന്റ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പ്രത്യേകത പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്കും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ച ആ 2 വർഷം, അതാണ് ഇവിടെ ഇപ്പം ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിതിൻ. അപ്പം ആദ്യം നമ്മുടെ ഇന്റർവ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ ഇലക്ട്രീഷ്യൻ വർക്കാണ്. പിന്നെ അതിന്റെ ഇടയിൽ കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ബുള്ളറ്റ് ഒക്കെ തേക്ക് തന്നെ ചെയ്തത്. പിന്നെ വീട്ടിലുള്ള 2 തേക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് മരം പുറത്ത് നിൽക്കേണ്ടി വന്നു. ടയർ മലേഷ്യനായിട്ട് വേറെ മരം എടുത്തു. പിന്നെ ബാക്കിയൊക്കെ നിലമ്പൂരുടെ നാടൻ തേക്ക് തന്നെ ആയിട്ട് നിലമ്പൂരത്തെ നാടൻ തേക്ക് ഉപയോഗിക്കാൻ. നിങ്ങൾ ഇലക്ട്രീഷ്യൻ വർക്ക് എന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ്, ഈ ഒരു തേക്കിന്റെ ഇതിലേക്ക് വന്നത്? ഈ ബുള്ളറ്റ് എന്നുള്ളൊരു ഇത് എങ്ങനെ ഉണ്ടായ സംഭവം? ഒന്ന് ബുള്ളറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനമാണ്. പിന്നെ തേക്ക് എന്ന് പറയുന്നത് നിലമ്പൂർ അറിയപ്പെടുന്ന ഒരു തേക്കിന്റെ ഇതിലാണ് നിലമ്പൂർ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ തേക്ക് എടുത്തു. പിന്നെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് തന്നെ ചെയ്യാൻ കയ്യിലുള്ള വണ്ടി നോക്കിയിട്ടാണ് ചെയ്തത്. ആ വണ്ടി നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ അതിൽ മെയിനായിട്ട് ഇവർക്ക് ഇൻസ്പിറേഷൻ ആയത് എങ്ങനെയാ വെച്ചാൽ അവരൊരു വണ്ടി എടുത്തു. ആ വണ്ടി നോക്കിയിട്ട് അതേപോലെ ഒരു വണ്ടി ഇവിടെ ഒരു മരം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ എല്ലാ പാർട്സും നമുക്ക് ഇത് തേക്കിന്റെ കളർ അല്ലായിരുന്നെങ്കിൽ കറക്റ്റ് ബുള്ളറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ ആ ഒരു പെർഫെക്ഷൻ കൊണ്ട് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ തുടങ്ങി? എങ്ങനെയാണ് അളവ്? ഞാൻ ഒന്ന് വണ്ടി ടാങ്കും പിന്നെ സീറ്റ് വണ്ടിന്റെ അടിച്ചിരുന്നു. പിന്നെ ബാക്കി നമ്മൾ നോട്ടത്തിന്റെ ഇതിലും പിന്നെ നമ്മൾ മീറ്റർ കൊണ്ട് ഒരു അളവും വെച്ചാണ്ടാണ് ചെയ്തത്. അവര് ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോട്ടത്തിലാണ് കൂടുതലായി. സ്റ്റാർട്ടിങ് എവിടെ തുടങ്ങി? സ്റ്റാർട്ടിങ് തുടങ്ങിയത് 2 വീലാണ് തുടങ്ങിയത്. വീല് ഉള്ളിൽ വെക്കുന്ന ഭാഗമായതുകൊണ്ട് മറുകാട് അതിലേറെ കൂടുതൽ, പത്ര അതിലേറെ കൂടുതൽ കണക്ക് വെച്ചാണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഹലോയിൻ ഇത് സംഭവം എന്ന് വെച്ചാല് നമ്മൾ കറക്റ്റ് ബുള്ളറ്റിന് വരുന്ന ആ സെയിം അതിന്റെ അളവാണ് ഇതില്ല. ഞാൻ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ കറക്റ്റ് ആണ്. ആ ഒരു ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏറെക്കുറെ കറക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ ഒരു ഇത് 100%, 120% നമുക്ക് പറയാം അദ്ദേഹം അതിന് നീതി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ 2.5 വർഷം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ? ഈ 2.5 വർഷം നിങ്ങൾ വർക്ക് ഒഴിവാക്കിയിട്ടാണോ അതോ വർക്ക്? അല്ലല്ല, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഇതിനിടയിൽ ഒഴിവ് സമയത്താണ് ഇതിനായിട്ട് വൈകുന്നേരം വന്നിട്ടാണ് കൂടുതലായിട്ട് ഇരിക്കുക. പിന്നെ ഫസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിന്റെ ഒരു മെത്തേഡ് ഏത് രീതിയിൽ ചെയ്യണം, മരം എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ ആലോചിച്ച് നിന്നിട്ടാണ് ഈ 2 വർഷത്തോളം സമയം വന്നത്. ഏകദേശം 2 തേക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടോ? ഞാനൊരു 50-40 രൂപയോളം കണക്കെഴുതി വെച്ചു. പിന്നെ ഞാൻ ആ ഒരു ടെൻഷനും കൂടി വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് കണക്കിന്റെ വിട്ടു. ഏകദേശം ഒരു 80% അടുത്ത് പൈസ ചെലവ്. പിന്നെ നിങ്ങളെ വർക്കിങ്ങിന്റെ ഒഴിവാക്കി ലേബർ ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ 80 അല്ലേ? 80 ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് അവർക്ക് ഇതിന് മെറ്റീരിയൽ ഈ തേക്കിന് മാത്രം. ഈ റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും? ഓ, 2
3 പ്രാവശ്യമായിട്ട് അവർ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. ഒരു ഗിഫ്റ്റ് തന്നു. പിന്നെ വേറെ ഗിഫ്റ്റും കൂടി അവർ തന്നത് എൻഫീൽഡിന്റെ തന്നെ ചെറിയൊരു ബൈക്ക് തന്നു. ഇവിടെ ചെറിയൊരു ഗിഫ്റ്റ് കാണുന്നുണ്ടോ? എൻഫീൽഡിന്റെ ക്ലോക്ക് അതും തേക്ക് തന്നെ സംഭവം. അത് ഓക്കെ. അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഈ വണ്ടിയുടെ ഓരോ പാർട്സ് നമുക്ക് ഇങ്ങനെ അയച്ചെടുക്കാം അല്ലേ? എല്ലാ പാർട്സും നമുക്ക് സെപ്പറേറ്റ് അയച്ചെടുക്കാം കേട്ടോ. കാരണം എല്ലാം അങ്ങനെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഈ തേക്ക് അല്ലാതെ വന്നിട്ട് എന്തൊക്കെയാണ്? തേക്കല്ലാതെ വീലിന്റെ സെന്ററിലുള്ള ലോക്ക് ഇത് ഒരു ഇരുമ്പിന്റെ ഒരു ഇത് വന്നത് 2 വീലിനും. പിന്നെ ബാക്കിയൊക്കെ തേക്കലും പിന്നെ ടാങ്കിന്റെ എംബ്ലം ഇത് എംബ്ലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ആയി കണ്ടാൽ മാത്രം BT ചെയ്തതിന്. ഈ എംബ്ലം സംഭവത്തിന് അത് വീട്ടി മരാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ വരൊക്കെ നമ്മള് വരട്ടാണ്ട് അതിന്റെ ഉള്ളിൽ എറാണ്ടേറ്റും വീട്ടിപ്പൊടി മിക്സാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ചെയ്തതാണ്. അതായത് പെട്ടെന്ന് ഒരു വ്യത്യസ്തമായിട്ട് തോന്നും വേണം. പിന്നെ എല്ലാം ചെയ്യണത് എല്ലാം അതിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആവണം. പിന്നെ ആദ്യം ഞാൻ ഇത്ര ഇങ്ങോട്ട് ആക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല. കുറച്ച് ഭാഗങ്ങള് നമ്മൾ കാണാത്ത ഭാഗങ്ങളൊക്കെ സാധാ പോലെ തന്നെ നമ്മളൊരു ഇഷ്ടത്തിന് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചേന്. പിന്നെ ഒക്കെ തീർന്നു വന്നപ്പോ അതൊക്കെ മനസ്സിനൊരു ഇടങ്ങേറ് തോന്നിയപ്പോ പിന്നെ ഒക്കെ അഴിച്ച് രണ്ടാമത് പിന്നെ വണ്ടിമേൽ അതേ സിസ്റ്റാക്കി മാറ്റിയത്. ഇതിന്റെ ഉള്ളൊക്കെ മറ്റേ ആദ്യം വേറെ രീതിയിലാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കുറച്ചൊക്കെ മാറ്റം വരുത്തി സാധാ ഒറിജിനൽ വണ്ടി അടിക്കുന്ന രീതിയിൽ തന്നെ ആക്കി മാറ്റിയത്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറെക്കുറെ എന്താ പറയാ, ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കറക്റ്റ് ബുള്ളറ്റിന്റെ ആ ഒരു ഫ്രെയിമും സ്ട്രക്ചറും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2.5 വർഷം അദ്ദേഹത്തിന്റെ എന്താ പറയാ ജീവിതത്തിൽ 2.5 വർഷം ഇതിനു വേണ്ടിയിട്ട് ജിതിൻ ഒഴിവാക്കി വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പം കാണുന്ന പോലെ അല്ല, ഇത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ ഫുള്ള് ഇതല്ലേ എന്താ പറയാ സാറ്റിനാണോ ഇത് ഫിനിഷ് ചെയ്താണ്, മാറ്റ് ആണോ അതോ? വണ്ടിയുടെ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എഞ്ചിന് സീറ്റ് ടാങ്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റ് ആയി ചെയ്തു. എഞ്ചിന് ക്ലിങ് ആയിട്ട് വണ്ടിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഗ്ലോസ് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ആ ഗ്ലോസ് ഇവിടെ കാണാനുണ്ട്. ഇതെല്ലാം തേക്കിന്റെ കാതലല്ല യൂസ് ചെയ്യുന്നത് അല്ലേ? നിലമ്പൂർ തേക്കിന്റെ കാതൽ ഉപയോഗിച്ചിട്ട് ചെയ്ത സംഗതിയാണ്. പിന്നെ എക്സ്പെൻസ് നമ്മളിവിടെ പറഞ്ഞു. പിന്നെ പറയട്ടെ, നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ എന്തൊരു സംഗതി ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് വേണമല്ലോ. അപ്പൊ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണം? നാട്ടുകാരെ ഞാൻ അധികം പുറത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ല. കുറെ ഏകദേശം പണി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ പുറത്തറിയാൻ തുടങ്ങിയത്. അപ്പൊ അവരൊക്കെ അത്ഭുതത്തോടു കൂടി തന്നെ കണ്ടിരുന്നത്. ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, രാത്രി ആകുമ്പോൾ ഇങ്ങനെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ എന്തെന്നില്ല ഈ ചുറ്റുവട്ടത്തിലവർക്ക് അധികം അറിയാതെ. അത് നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ അധികം ആൾക്കാരും സ്വന്തം കഴിവിനെ പുറത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ നിങ്ങളത് വളരെ ഹൈഡായിട്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കാണുന്നത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ എന്തായാലും നമ്മൾ എന്താ പറയുക സമൂഹങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. കാരണം ഇവരുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസമല്ല, ഞാൻ പറഞ്ഞു 2.5 വർഷമാണ് ഈ ഒരു ബുള്ളറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവാക്കിയതോ. ലൈഫിലെ എത്ര വയസ്സായിപ്പോ? ഏകദേശം 30-31 വയസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം നല്ലൊരു പ്രൊഡക്റ്റാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ച ടൂൾസ് എന്തൊക്കെയാണ്? മരം ആയതുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ കൂടുതലും ഡ്രിൽ മെഷീനും സാൽപ്പ് മെഷീന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. കൂടുതലായിട്ട് മെഷീനുകൾ വലിയ മെഷീനൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കൂടുതലും കടഞ്ഞെടുക്കുന്ന ചില ഭാഗങ്ങള് ഇവിടെ തന്നെ ഡ്രിൽ മെഷീൻ സെറ്റ് ചെയ്താല് സാൽപ്പ് മെഷീൻ കൊണ്ടാണ് കടഞ്ഞെടുക്കുന്നത്. അതായത് ഈ ഗ്ലാസുകള് പിന്നെ ഈ കാണുന്ന ചെറിയ സംഭവങ്ങൾ ഇതൊക്കെ ഡ്രിൽ മെഷീൻ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ കടഞ്ഞെടുക്കണം. ഈ ഹെഡിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. ഈ ഹെഡിന്റെ ഭാഗം അത് എങ്ങനെയാണ്? അതും പിന്നൊക്കെ ലെയറുകളാണ്. ഒക്കെ അഴിച്ച് നമുക്ക് എടുക്കാം. കാരണം അത് സെറ്റ് ആയി വണ്ടിയിൽ അഴിക്കുന്ന പോലെ തന്നെ 4-5 പീസ് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ക്രൂ അഴിച്ചൊക്കെ പാർട്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പ്രസ് ചെയ്ത് ഇറക്കണം തന്നെയാണ്. ഓക്കെ. പിന്നെ എല്ലാ പാർട്സിലും ഏറെക്കുറെ റോയൽ എൻഫീൽഡിന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ അത്ര കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ എല്ലാ പാർട്സിലും കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെ എന്താ പറയാ, നമ്മൾക്ക് ആ ഒരു സംഗതി തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പാർട്സും മിസ്സിംഗ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പറയാൻ പഴയ മോഡൽ ബുള്ളറ്റിന്റെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇറങ്ങുന്ന ബുള്ളറ്റിന്റെ ആ ഒരു എഞ്ചിൻ സൈസ് അല്ല. അത് അപ്പം നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് ക്യാൻവീലിന്റെ ഒരു സംഭവമാണ്. ക്യാൻവീല് പറയുമ്പോൾ ആ സ്ക്രൂ വരെ കറക്റ്റ് ആയിട്ട് ആ വുഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവം ഗമ്മാണോ അതോ ഉള്ളിലേക്ക് സ്ക്രൂ ചെയ്ത് കയറ്റിയാണോ? ഈ ഒരു ബുള്ളറ്റ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു റൂമാട്ടോ. ഈ റൂം ഈ ഒരു ബുള്ളറ്റിന് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വരുന്നവർക്കും കാണാനും അതിനുള്ള പഠിക്കാനുള്ള സൗകര്യം കൊണ്ട് മാത്രം. അപ്പം അതിന് മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയ മറ്റൊരു ചെറിയൊരു ബുള്ളറ്റിന്റെ ഒരു മാതൃക അവിടെ ഉണ്ട്. എല്ലാം ഒരു പഴമ അല്ലെ, പഴയതിലേക്കാണ് അദ്ദേഹത്തിന് ഒരു എല്ലാത്തിലും എന്താ ഒരു പെർഫെക്ഷൻ.
ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്? ഏകദേശം ഒരു 10 വർഷം 10 വർഷം മുമ്പ്. 10 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു മോഡലാണത്. ഏകദേശം ഇത് സെയിം തന്നെയാണ്. ഇത് വലുതായി വന്നപ്പോൾ പെർഫെക്ഷൻ കറക്റ്റ് ആയിരുന്നു മാത്രം. ഇത് ആ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വണ്ടിൻ്റെ ആ രൂപത്തിലൂടെ ഉണ്ടാക്കിയൊരു സംഭവം സെറ്റപ്പാണ് കേട്ടോ ഇത്. അപ്പം പറയുകയാണെങ്കിൽ ഈ റൂം അദ്ദേഹം ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി അത് ഒഴിച്ചിട്ടു എന്ന് പറയാം. വേറെ എന്തെങ്കിലും പറയണ്ടോ ഇതിൻ്റെ എഫേർട്ടുകളിലും പിന്നിൽ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ? അത് നിങ്ങൾക്ക് ഇതാരെയും പ്രചോദനമായിട്ടുണ്ടോ? അത് പിന്നെ പ്രചോദനം എന്ന് പറയുമ്പോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അതെ അതെ, അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചാനലുകൾ ഇദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനലിൽ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അറിയാതെ തന്നെ ഒരുപാട് ചാനലിൽ ഈ വീഡിയോ വൈറലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കേരളത്തിലല്ലെങ്കിലും പുറത്ത് കന്നഡ, തമിഴ് അങ്ങനെ ഒരുപാട് ചാനലിൽ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല സപ്പോർട്ട് കൊടുക്കാം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജനത്തിന് മുമ്പിൽ എത്തിക്കാതെ പോകാൻ പാടില്ല. കാരണം റോയൽ എൻഫീൽഡ് എന്ന വണ്ടി എല്ലാവർക്കും അറിയാം ഒരു വികാരമാണ്. നമുക്ക് ബുള്ളറ്റ് ഒരു വികാരമായതുകൊണ്ട് തന്നെ പഴയ വണ്ടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വളരെയധികം ഈ കണ്ടതിൽ തൃപ്തനാണ് കേട്ടോ. സംഭവം നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നതിനെക്കാട്ടിലും ഇതിനു മുമ്പ് ഞങ്ങൾക്ക് മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ തകർത്തുകൊണ്ട് എന്താ പറയുക, അത്രയും ദമ്മാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് സംഭവം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ താഴെ നമ്പർ ഉണ്ട്, എല്ലാവരും ഇത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹാർഡ് വർക്കിന്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈകിട്ട്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.